ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഹേ ഗൈസ്, അങ്ങനെ രാവിലെ തന്നെ 100 കിലോ സവാള എടുത്തു വെച്ചേക്കാണ് ചിക്കന് ഗ്രേവി ഉണ്ടാക്കാൻ. അങ്ങനെ സവാള എടുത്ത് മിഷേലിൽ ഞാൻ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മിഷേലിൽ അരിയണ പരിപാടി ഭയങ്കര എളുപ്പമാണെങ്കിലും അരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും കണ്ണൊക്കെ നല്ല ചുവന്ന് തൊടുത്ത് കരഞ്ഞ് നൊലോളിച്ചിരിക്കുന്ന അരിയാവും ഞാൻ. അങ്ങനെ അരിഞ്ഞ സവാള ചെമ്പി കയറിയുണ്ട്. 100 കിലോ സവാള ഉണ്ട് ഈ കിടക്കണത്. ചെമ്പില് 100 കിലോ സവാള കയറിയെങ്കിൽ ഇനി അതിനുള്ള ചിക്കൻ കൂടി പൊരിക്കണ്ടേ, അതിനുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അജയ്. അങ്ങനെ മസാല തേച്ച് വെച്ചാൽ ചിക്കൻ ഓരോ കയ്യില് വീതം എടുത്ത് അവൻ ഉരുളിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ഭംഗി അത് കിടന്ന് ഇങ്ങനെ തിളച്ച് മറയണ കാണാൻ. അവൻ ചിക്കൻ പൊരിക്കണം കണ്ട് ഞാൻ നേരെ പോയത് മുളകുമായിട്ട് മൽപ്പിടുത്തം നടത്താൻ വേണ്ടിയാണ്. അടുപ്പത്ത് വെച്ചാണ് ചിക്കന്റെ ഗ്രേവിയിലേക്ക് ഇനി 7 കിലോ മുളക് അരച്ചൊഴിക്കണം. അത് ഞാൻ മിക്സിയിലിട്ട് അരച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ മുളക് അരച്ചൊഴിച്ച് ചിക്കന്റെ ഗ്രേവി ഞാൻ ഇളക്കി മറിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ഞാൻ വന്ന് നിൽക്കാണ് വെളിച്ചെണ്ണ വാങ്ങാൻ വേണ്ടി. ചേച്ചിയുടെ അടുത്ത് ആ കന്നാസ് നിറയെ വെളിച്ചെണ്ണ എടുത്തൊന്നും പറഞ്ഞ് ഞാൻ ഇവിടെ നോക്കി നിൽക്കാണ്. അങ്ങനെ 16 കിലോ വെളിച്ചെണ്ണ വാങ്ങി ഞാൻ നേരെ സ്കൂട്ടറിൽ എടുത്തു വെച്ച് പോവാണ് കിച്ചണിലേക്ക്. അങ്ങനെ ഇനി സമയമായി ചായ കുടിക്കാൻ വേണ്ടി. ഇന്നത്തെ ചായക്ക് സ്പെഷ്യൽ അപ്പവും ബീഫ് കറിയും പിന്നെ ചായയും. രാവിലെ തന്നെ നല്ല വിശപ്പായതുകൊണ്ട് ഞാൻ അപ്പമൊക്കെ നല്ല വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്കി കൊതിയറുണ്ട്, ആർക്കും തരില്ല. അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം. അങ്ങനെ ചായ കൂടിയും കഴിഞ്ഞ് വന്നപ്പോഴത്തെ ഒരു ബേസും ചിക്കൻ അജയ് പൊരിച്ച് കഴിയാറായുണ്ട്. ഉച്ചത്തേക്ക് ഒരു ചെറിയ ഓർഡർ ഉള്ളാനും ഇക്കതേ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ ചിക്കൻ കറിയും ഇവിടെ റെഡിയായി അടുപ്പത്ത് കിടക്കണ്ട്. ഞാനാണെങ്കിൽ വീണ്ടും ചെമ്പുമായിട്ടുള്ള മൽപ്പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. എന്താ ചൂട്, എന്താ പുക, ആഹാ പരമാനന്ദം. ഇനി അടുത്ത പരിപാടിയാണ് ബിരിയാണി ഉണ്ടാക്കൽ. തളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് അജയ് കഴുകി വെച്ച അരി കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അരി ഇട്ടതിന് ശേഷമുള്ള അടുത്ത കലാപരിപാടി നിന്ന് ഇളക്കൽ, ഇളക്കലോട് ഇളക്കൽ, ഇളക്കലോട് ഇളക്കൽ. കിച്ചണിലെ പണിക്കിടക്ക് ഞാൻ എത്ര കുപ്പി വെള്ളം കുടിക്കുന്നത് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. വെള്ളം കുടിച്ചാണ് ഞാൻ ഇതുവഴി ഈ ചൂടത്ത് നടക്കണത്. ഈ അടുപ്പത്തെ ചൂടത്ത് നല്ല തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഉള്ള സുഖം, ആഹാ, ഓ ജീവൻ കിട്ടി. ഇനി നമ്മുടെ അടുത്ത കലാപരിപാടി പുളിങ്കറി ഉണ്ടാക്കുക എന്നതാണ്. പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടി ഈന്തപ്പഴം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞൊഴിച്ചും കുറച്ചും പച്ചമുളകും ഇട്ട് പിന്നെ ശർക്കരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കഥ. നിലവിൽ ഇപ്പോൾ ഞങ്ങൾ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കി, പുളിങ്കറി എത്തിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ വറക്കുന്നുണ്ട്. പണികളുള്ള ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വൈബിലങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അജയ് മാത്രവും. നാളെയാണ് മെയിൻ വർക്ക്. നാളെ ഒരു പെരേതാമസം പരിപാടിയൊക്കെ ഉണ്ട്. നാളെ ഞാൻ വർക്കുന്നില്ല, ഞാൻ പിള്ളേരെ വിടുന്നുള്ളൂ. ഇന്ന് വർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും ശക്തി എനിക്കുള്ളൂ. നാളെ കൂടി വർക്ക് ചെയ്ത് ഞാൻ ചത്തു ബെഡായി പോകും. അമ്മാര് വർക്കായിരിക്കും നാളെ. അങ്ങനെ പണിയെടുത്ത് ഉപ്പാടിളക്കി ഞാൻ അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മിക്സിയിൽ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കന്റെ ഗ്രേവിയിലായിട്ട് അടുത്ത ഒഴിക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചാണ്. അങ്ങനെ ഇഞ്ചി അരച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി വെളുത്തുള്ളി അരച്ചൊഴിക്കുക. അങ്ങനെ വെളുത്തുള്ളി അരച്ചൊഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചിക്കന്റെ ഗ്രേവിയിലെ എല്ലാ പരിപാടി ഇതോടുകൂടി കഴിഞ്ഞു. ഇനി ടൈം ഫോർ മാമുണ്ടല്ലോ. അങ്ങനെ ഞാൻ ചോറുണ്ണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചോറിന് സ്പെഷ്യൽ ആയിട്ടുള്ളത് ചിക്കൻ കറി, മീൻ വറുത്തത്, മീൻ കറി. അങ്ങനെ ഫുഡൊക്കെ എടുത്തു വെച്ച് ചമ്പരപ്പടി ഇട്ട് ഞാൻ ഫുഡ് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ എല്ലാവർക്കും ബൈ. ഹേ ഗൈസ്, ചോറുണ്ട് കഴിഞ്ഞ് വന്നപ്പോ ഇരിക്കുന്നു സൈഫുമോൻ ചോറുണ്ടുണ്ട്. കിച്ചണിലെ മെയിൻ ഡ്രൈവർ പണിയൊക്കെ കഴിഞ്ഞ് ചോറിനാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സൈഫുമോൻ നല്ല ഹെവി പോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ അവന്റെ അടുത്ത് നിന്ന് കിച്ചണിലേക്ക് വന്നപ്പോ ചിക്കൻ പൊരിക്കലിന്റെ പരിപാടി ഇതുവരെ കഴിഞ്ഞാലുള്ള രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ചിക്കൻ പൊരിച്ച് തീർക്കാൻ നോക്കിക്കൊണ്ടിരുന്ന എനിക്ക് അടുത്ത പണി കൊണ്ട് വന്നേക്കാണ് അവൻ. വീണ്ടും അടുത്ത ബേസൻ ചിക്കൻ. ചെറുക്കൻ എനിക്ക് പണി കൂട്ടാൻ വേണ്ടി ഓരോ ബേസ് ചിക്കനും കൊണ്ട് വരികയാണ് ഇടക്കിടക്ക്. അങ്ങനെ എനിക്കും പണി എന്നത് അവൻ വണ്ടി എടുത്ത് പോവാണ് അവന്റെ പരിപാടി നോക്കി. വന്നിപ്പോ കിച്ചണിൽ ഞാൻ ഒറ്റയ്ക്കുമായി. വേറെ ആരും ഇല്ല ഇവിടെ, ഞാൻ മാത്രമേ ഉള്ളൂ. ബായും പോയി കിടന്നു. ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കണം. ഓ ഒരുമാതിരി മേഘത്തിനുള്ളിൽ പെട്ടാൽ പുകയുടെ ഉള്ളിൽ പുകഞ്ഞു നിൽക്കാണ്. കണ്ണൊക്കെ ഇരിഞ്ഞിട്ട് വയ്യ. വിജനമായി കിടക്കുന്ന എന്റെ കിച്ചൺ. അങ്ങനെ കിച്ചണിൽ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുത്തുണ്ട്. എനിക്ക് പഴവുമായി വന്നു ഇത്ത. വൈകുന്നേരത്തെ ചായക്ക് പഴം കൊണ്ടു തന്നേക്കാണ് ഇത്ത. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ചായ ഏത്തപ്പഴവും കഴിച്ച് അടുത്ത പരിപാടി ഞാൻ തുടങ്ങി. അടുത്ത പരിപാടി തേങ്ങ പൊട്ടിച്ച് തേങ്ങ ചിരണ്ടലാണ്. അങ്ങനെ തേങ്ങ പൊട്ടിച്ച് ഞാൻ ചിരണ്ടലും തുടങ്ങിയിട്ടുണ്ട്. മിഷേലിൽ ചിരണ്ടാൻ കാര്യം എളുപ്പമാണെങ്കിൽ കുറെ നേരം നിന്ന് ചിരണ്ടി അവസാനം കയ്യും കഴിച്ച് പണ്ടാരടങ്ങും. അങ്ങനെ തേങ്ങ ചിരണ്ടി മിക്സിയുടെ ജാറിലും ഇട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് ഞാൻ മിക്സിയിലിട്ട് അരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അരച്ച തേങ്ങ വേറെ ഒന്നിനും വേണ്ടിയില്ല, തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ തേങ്ങ അരച്ചത്. അങ്ങനെ അരച്ച തേങ്ങ അടുപ്പത്ത് അരിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി വീണ്ടും നിന്ന് ഇളക്കല് തന്നെ ഇളക്കല്. ഞാനല്ല നിന്ന് ഇളക്കുന്നത്, അശ്രുക്കയാണ് നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ. അങ്ങനെ അശ്രുക്കയുടെ ഇളക്കലും കണ്ട് ഞാൻ അടുപ്പത്തെ ബിരിയാണി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയും വെച്ചു, മീൻകറിയും വെച്ചു. അങ്ങനെ പരിപാടി കഥ. അങ്ങനെ 12 മണിക്കൂറത്തെ പണിക്ക് ശേഷം ഞാൻ വീട്ടിലെത്തി. ഇന്നത്തെ കുട്ടി വിശേഷങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ.